കാര്യമാണ്. ഞാനാണെങ്കിൽ വേറെ ഒന്നുമല്ല, പിന്നീട് എന്തോന്ന് ഇവിടെ വീട്ടിൽ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താൽ ഈ പ്രാവശ്യം ഞാൻ നെറ്റ് ചാർജ് ചെയ്തേ. പക്ഷെ 300 രൂപയ്ക്കായിരുന്നു. എൻ്റെ അതില്ലായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ച് കൂടുതൽ അങ്ങനെ കാണാൻ പറ്റില്ല, വെറുതെ എന്തിനെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ നെറ്റ് ശകലേ കിട്ടുള്ളൂ എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുമ്പോൾ ആദ്യമൊക്കെ ദൂരെ നാട്ടിലായിരുന്നു. ഇപ്പോഴും നമ്മളെ കേരളത്തിൽ കണ്ടപ്പോൾ എനിക്കൊരു വിഷമം കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു ന്യൂസ് കണ്ട് അത് വേറൊന്നുമല്ല, ഒരു ന്യൂസ് കണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, അത് ഇവർ കഴിച്ചിട്ടൊക്കെ വെച്ചത്, പിന്നെ എന്തിനൊക്കെ, പിന്നെ അപ്പോൾ അവിടെ ഒലിച്ച് പോയെന്നോ കഴിച്ചിട്ട് വെച്ച പാത്രവും, പിന്നെ അതൊക്കെ എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് ആയിപ്പോയി. ഇവിടെയൊക്കെ ഉരുൾപൊട്ടൽ കിടക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ 300 രൂപയ്ക്ക് ചാർജ് ചെയ്തത്, അധികം തെണ്ടിയാണ് ഞാൻ ചാർജ് ചെയ്തത്. എന്നിട്ട് അതെനിക്ക് നെറ്റ് കിട്ടണില്ല, നെറ്റ് കിട്ടില്ല. അന്ന് ഞാൻ 350 രൂപയ്ക്ക് ചെയ്തപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അതെന്താണെന്നോ കേട്ടോ. ഇനി നോക്കി ഞാൻ അത് ആവണതിന് മുമ്പേ എന്തെങ്കിലും ചെയ്യും. നെറ്റ് കിട്ടില്ലെന്ന് അത്രയ്ക്ക് വിലയില്ലേ. ഞാനാണെങ്കിൽ തെണ്ടി പറയ്ക്കുകയാണ്. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ അറിയാമല്ലോ. എനിക്ക് എന്ന് വെച്ചാൽ നമുക്കിതൊക്കെ അനുഭവങ്ങളുള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ അറിയാത്. പിന്നീട് ഞാനിങ്ങനെ ചാട്ടവും കൂട്ടമൊന്നും കാണില്ല. പിന്നെ കോമഡിയൊക്കെ കാണാൻ എനിക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ അത് ഏതായിരുന്നാലും ഡാൻസ് അത് ഏതായിരുന്നാലും അങ്ങനത്തെ ആളാണ് ഞാൻ. എനിക്ക് ഇങ്ങനെയുള്ള കാണാനാണ് ഇഷ്ടം. ഇഷ്ടമെന്നല്ല, നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഇതാണ്. എന്നിട്ട് ഞാനിപ്പോൾ ഈ നെറ്റ് കിട്ടണേ ഇല്ല. ഞാൻ ഇപ്പോൾ കട്ട് ചെയ്താണ് കാണുന്നത്. ഞാൻ ശകലം അതിട്ട് പിന്നെ കട്ട് ചെയ്യും എന്നതിന്. അപ്പോൾ എനിക്ക് ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോൾ കേട്ടോ. വേറൊന്നുമല്ല, ഈ കഴിച്ച പാത്രമൊക്കെ അവിടെ ഇരിക്കണം. ഞാൻ തുറന്നത് കണ്ടത്, എനിക്കത് നല്ല ഫീൽ ചെയ്തു. പക്ഷേ ദൂരെ നാട്ടിലൊക്കെ അത് അതെനിക്ക് ഞാനങ്ങനെ കണ്ടില്ല. എന്നാലും പരസ്യം കണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മുടെ കേരളത്തിൽ എവിടെയാണ് സ്ഥലത്തൊന്ന് പറയണം. എനിക്കത് കണ്ടത് നല്ല ഫീൽ ചെയ്തു കേട്ടോ. കഴിച്ചിട്ടൊക്കെ വെച്ച പാത്രങ്ങളും തലേ ദിവസം കഴിച്ചിട്ടൊക്കെ വെച്ച പാത്രം, ഇതൊക്കെയാണ് മനുഷ്യന് എപ്പോഴാണോ ഒരു ആപത്ത് പറഞ്ഞതെന്ന് അറിയാൻ പറ്റില്ല. അറിയാൻ പറ്റില്ല. കണ്ട ഓരോ സ്ഥലങ്ങളിൽ ആരെങ്കിലും വിചാരിച്ചാൽ അതുപോലെയാണ് ഓരോ കാര്യങ്ങൾ. അയ്യോ, അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടക്കി എന്നേ ഞാൻ പറയുള്ളൂ. അമ്മേ, പിന്നെ എനിക്കത് കണ്ടപ്പോൾ ഒരു ഫീലിംഗ് ആയി. പിന്നെ തുറന്നിട്ട് ഫോണ് തുറന്ന് ഞാൻ ശകല നേരം ഇങ്ങനെ പാത്രമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നതും കണ്ടതും ഇതായിരുന്നു. കണ്ടപ്പോൾ എനിക്കൊരു ഫീലിംഗ് ആയിപ്പോൾ കേട്ടോ. നെറ്റ് കിട്ടുന്നു, നെറ്റ് ശകലേ കിട്ടുന്നുള്ളൂ. അന്ന് ഇതിപ്പോൾ കുറച്ചെന്ന് പറയാം. അന്ന് ഇതുപോലെ ചെയ്തപ്പോഴും ഇതുപോലെ തന്നെ നെറ്റ് കിട്ടുന്നില്ല. കിട്ടിയാൽ ശകല കിട്ടുള്ളൂ. അതെന്തിനാണോ എന്തോ നോക്കട്ടെ. ഞാൻ അതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം. എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പം ഞാൻ എന്തിനെന്നറിയുമോ ഇത് അതുകൊണ്ട് അപ്പം അതുകൊണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ ഇത് നിന്നത് കേട്ടോ. ശരി, കണ്ടപ്പോൾ ഭയങ്കര ഫീലിംഗ് കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് ആ അനുഭവമൊക്കെ ഉള്ളവർ തന്നെ. എൻ്റെ ദൈവമേ.